RRB PO മോക്കിൽ നിങ്ങൾ ഇപ്പോഴും മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇപ്പോഴും ഒരു റേഞ്ച് ഓഫ് സ്കോറിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണോ? അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ജോൽസിനാണോ എന്ന്. ഒരിക്കലുമല്ല. എനിക്കറിയാം നിങ്ങൾ എവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്. എവിടെ ആയിരിക്കും? സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ, ആ ഒരു എബിലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നോക്ക്, 20 മിനിറ്റിൽ നമുക്ക് ചെയ്യേണ്ടത് 40 ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. RRB PO ആണ്, ഈസി ആണോ? ഒരിക്കലുമല്ല, അത്രയും ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് സ്മാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേപ്പറിന്റെ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യണം. അതെങ്ങനെയായിരിക്കും? സെലക്ട് ചെയ്യണം, ക്വസ്റ്റ്യൻസിനെ സെലക്ട് ചെയ്ത് ചെയ്യണം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയാസ് ഇല്ലേ, ആ ഒരു സ്ട്രോങ് ഏരിയാസ് അനുസരിച്ച് നമ്മൾ പേപ്പറിനെ സെലക്ട് ചെയ്യണം. മിസ്സലേനിയസ് ആദ്യ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈസി DIs കാണും, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള DIs കാണും. ഒരു 2 DIs എങ്കിലും മിനിമം കാണത്തില്ലേ? ആ DIs ഈസി DIs എടുത്തോ, അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഈസി കാണും, അവനെ സെലക്ട് ചെയ്തോ. അങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സ്കോറിനെ മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞൊരു പാർട്ട് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം? നിങ്ങൾ പറഞ്ഞേ, ഡെയിലി മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ഒരുപാട് ഡിഫിക്കൽട്ട് ലെവലുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതനുസരിച്ച് ഓരോ പേപ്പറിനനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യും. ഇതൊരിക്കലും ഒരു മാനുവൽ മോഡൽ അല്ല, ഇതൊരു ഓട്ടോമാറ്റിക് മോഡൽ. നമ്മൾ ഒരു ഹാബിറ്റായി മാറേണ്ട കാര്യമാണ്. ഈ ഒരു ഹാബിറ്റ് ആയിരിക്കും നമ്മൾ എവിടെ ചെയ്യാൻ പോകുന്നത്? ആക്ച്വൽ എക്സാമിന് ചെയ്യാൻ പോകുന്നത്. ഇനി എത്ര ദിവസം നമ്മുടെ മുൻപിലുണ്ട്? നമ്മൾ ഓൾറെഡി കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി 32 ദിവസം കൂടെ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് ആലോചിക്കണം. RRB PO പ്രിലിംസ് എക്സാമിന് നമുക്കിനി 32 ദിവസം കൂടെ ബാക്കിയുള്ളൂ. നല്ല രീതിയിൽ നിങ്ങൾ സമയം കളയാതിരുന്ന് തകർത്ത് പഠിക്കണം. നോക്കിക്കോ, ഡെയിലി പ്രിലിംസിന്റെ ഒരു മോക്ക് എഴുതണം, കറണ്ട് അഫെയർ റിവിഷൻ ചെയ്യണം. ഇനി അതുപോലെ തന്നെ ഡെയിലി വരുന്ന കറണ്ട് അഫെയർസിനെ അപ്ഡേറ്റ് ചെയ്യണം. ഇനി കമ്പ്യൂട്ടർ നല്ല രീതിയിൽ പഠിച്ചോ. കാര്യം നമുക്ക് ഫുൾ ഔട്ട് ഓഫ് ഫുൾ നമ്മുടെ മെയിൻസിന് സ്കോർ ചെയ്യാൻ പറ്റും. അതൊക്കെ അവസാന നിമിഷത്തെ കൊണ്ടുവെക്കരുത്, ഇപ്പോഴേ പഠിച്ചു പോ, റിവിഷൻ ചെയ്യും, സമയമുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഇംഗ്ലീഷിന്റെ മെയിൻസിന്റെ സെക്ഷനിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഡെയിലി ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ മാർക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ മെയിൻസിന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. QA റീസണിങ് മെയിൻസിന്റെ സ്ട്രാറ്റജി ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അത് മാത്രമല്ല, മോക്ക് ടെസ്റ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ മോക്കിനെ എങ്ങനെ നമുക്ക് നേരിടാം, ഈ ഒരു കാര്യം ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് പ്രിലിംസിന്റെ ആണ്. നിങ്ങൾ ആരും വിചാരിക്കരുത് മെയിൻസിന്റെ ആണെന്ന്. ഡേറ്റ സഫിഷ്യൻസി ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഡേറ്റ സഫിഷ്യൻസിയിൽ നിന്ന് നമുക്ക് മിനിമം ഒരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കും. അത് നമുക്ക് ആക്ച്വലി ഒരു സ്കോറിംഗ് ഏരിയ ആണ്. എല്ലാവർക്കും അറിയത്തില്ല, എല്ലാവരും അത് സ്കിപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. പക്ഷേ നമുക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്താൽ നമുക്ക് 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. 3 മാർക്ക് കിട്ടുന്ന ചെറിയ കാര്യമാണോ പ്രിലിംസിന്? ഒരിക്കലും അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാര്യം, ഡേറ്റ സഫിഷ്യൻസിക്ക് വേണ്ടി നമ്മൾ കമ്പൽസറി ആയിട്ട് അരിത്തമെറ്റിക് ടോപ്പിക്സ് നല്ല ഇതിൽ സ്ട്രോങ് ആയിരിക്കണം. അതിന്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. സോ ഏകദേശം ഒരു മോഡൽ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ, ഏത് ചാപ്റ്ററാ? ടൈം ആൻഡ് വർക്ക് അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ. ABC have been hired for work. Find the difference between the number of days taken by A and C to complete the work by working alone. അതായത് 3 പേരുണ്ട് ABC, അവരെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹയർ ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? Aയും Cയും ഇൻഡിവിജ്വലി ഈ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടിയ ദിവസങ്ങളുടെ ഡിഫറൻസ് അതല്ലേ കണ്ടുപിടിക്കണ്ടേ? സോ അതിനു വേണ്ടി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിന്റെ അപ്രോച്ച് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊക്കെ ബുക്കിലൊക്കെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിരുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1നെ നമുക്ക് ഇങ്ങനെ എടുക്കാം. അതിനെ നമുക്ക് സ്കോർ ചെയ്ത് നോക്കാം. അത് മീൻസ് സോൾവ് ചെയ്ത് നോക്കാം. അതുകൊണ്ട് മാത്രം ചെയ്താൽ ഇതിന്റെ ആൻസർ കിട്ടുമോ? നോക്കിക്കോ. B and C together take 12 days to complete the work ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിയും സിയും ഒന്നിച്ചാണെങ്കിൽ ഈ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ടോട്ടൽ വർക്ക് ചെയ്യാൻ 12 ഡേ അല്ലേ? സിമിലർലി എയും ബിയും ടുഗദർ ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കും? എയും ബിയും ഒന്നിച്ച് എത്ര ദിവസം കൊണ്ട് തീർക്കും? 7.5 അല്ലേ? ഈ 7.5 എന്ന് പറഞ്ഞാൽ എന്താ? 7.5 എന്ന് പറഞ്ഞാൽ എന്താ? 15/2 അല്ലേ? സോ നമുക്ക് എടുക്കാം 15/2 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും? ഈ വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? LCM എടുത്താൽ പോരെ? അപ്പൊ ഇവിടെ ഒരു ഫ്രാക്ഷൻ ഇല്ലേ? അപ്പൊ എങ്ങനെ LCM എടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, നമ്മുടെ ന്യൂമറേറ്റേഴ്സിന്റെ LCM മാത്രം എടുത്താൽ മതി. അപ്പൊ എത്ര? 12ന്റെയും 15ന്റെയും LCM എത്ര? 60 അല്ലേ? എല്ലാവർക്കും അറിയാലോ 12ന്റെയും 15ന്റെയും LCM 60 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എഫിഷ്യൻസി കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ പറഞ്ഞേ, B+C എഫിഷ്യൻസി എത്ര? 60/12 5 വരും. A+B എഫിഷ്യൻസി എത്ര? 60/15 എടുക്കാം. ആദ്യം എത്ര വരും? 60/15/2 എടുത്താലും മതി. എത്ര വരും? 60/6
16 ഡിവൈഡ് ബൈ 15/2 എത്ര വരും? നിങ്ങൾ പറഞ്ഞേ. 4 ഈ അടി കിടക്കുന്ന 2 മേളിൽ പോകുമ്പോൾ എന്തായി മാറും? ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ എത്ര വരും? 8 വരത്തില്ലേ? അപ്പോൾ എത്ര ആയിരിക്കും? 8 എന്ന് കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്തു? എ പ്ലസ് ബിയുടെയും ബി പ്ലസ് സിയുടെയും എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തന്നിരിക്കുന്ന അഡീഷണൽ ഡേറ്റാസ് എന്തൊക്കെയാണ് നോക്കിക്കേ. എഫിഷ്യൻസി ഓഫ് സി ഈസ് 50% ഓഫ് ദി എഫിഷ്യൻസി ഓഫ് എ എന്നല്ലേ? അതായത് എയുടെയും സിയുടെയും എഫിഷ്യൻസിയുടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. സപ്പോസ് എയുടെ എഫിഷ്യൻസി 2 ആണെങ്കിൽ സിയുടെ എത്ര ആയിരിക്കണം? ഈ 50% എന്ന് പറഞ്ഞാൽ എന്താ? പകുതിയല്ലേ? അപ്പോൾ എത്ര വരണം? 1 എന്ന് വരും. ഓക്കെ, ഇനിയാണ് നമുക്ക് ഇത് ചെയ്യുന്ന ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. നമുക്കിവിടെ തന്നിട്ടുണ്ട് എ പ്ലസ് ബിയും തന്നിട്ടുണ്ട്, ബി പ്ലസ് സിയും തന്നിട്ടില്ലേ? സോ അതായത് ഇവരുടെ എഫിഷ്യൻസികൾ നമുക്ക് തന്നിട്ടില്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് എടുത്ത് നോക്കാം. അതായത് എ പ്ലസ് ബി, അതായത് എ പ്ലസ് ബിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിഷ്യൻസി മൈനസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി അല്ലേ? അവിടെ എത്ര വരും? 8 മൈനസ് 5 എത്ര? 3 വരത്തില്ലേ? നമുക്ക് ഇവിടുന്ന് ആരെ കട്ട് ചെയ്ത് കളയാം? ഈ പ്ലസ് ബിയും മൈനസ് ബിയും കട്ട് ചെയ്ത് കളഞ്ഞോടെ ബാക്കി എത്ര വരും? എ മൈനസ് സിയുടെ വാല്യൂ എത്ര കിട്ടി? 3 എന്ന് കിട്ടത്തില്ലേ? ഓക്കെ ആണല്ലോ. അതവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം. അവിടെ കിടക്കട്ടെ, നമുക്ക് ഇനി ആവശ്യമുണ്ട്. നോക്കിക്കോ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ എന്താ? ഇവിടെ തന്നിരിക്കുന്നത് എഫിഷ്യൻസിയുടെ റേഷ്യോ അല്ലേ? അപ്പോൾ നമുക്കിവിടെ എ മൈനസ് സി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് എ മൈനസ് എഫിഷ്യൻസി ഓഫ് സി എടുക്കുമ്പോൾ എത്ര വരുന്നത്? 2 മൈനസ് 1 എത്ര? 1 യൂണിറ്റ് അല്ലേ വരുന്നത്? നമ്മൾ ഇവിടെ എത്ര കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? 3 അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആണ് കിട്ടിയിരിക്കുന്നത്? 3 യൂണിറ്റ് അല്ലേ? സോ എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 യൂണിറ്റ് അല്ലേ? ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര വരും? എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എത്ര ആയിരിക്കും സിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? എത്ര ആയിരിക്കും? 1 യൂണിറ്റ് അല്ലേ? അപ്പോൾ ഈ 1 യൂണിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? 3 എന്ന് കിട്ടത്തില്ലേ? അപ്പം എയുടെയും സിയുടെയും ഇൻഡിവിജ്വൽ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ച എത്ര? 6ഉം 3 എന്നും കിട്ടി. സോ അങ്ങനെയെങ്കിൽ എ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ എ എലോൺ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും? പറഞ്ഞേ. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 60 ആണ്. എയുടെ എഫിഷ്യൻസി എത്ര? 6 അല്ലേ? അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 10 എന്ന് വരത്തില്ലേ? ഇനി ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സി എത്ര ടൈം എടുക്കും? നിങ്ങൾ പറഞ്ഞേ. എത്ര ആയിരിക്കും? ടോട്ടൽ വർക്ക് 60 ആണ്, സിയുടെ എഫിഷ്യൻസി 3 ആയിരിക്കും. അപ്പോൾ എത്ര ആയിരിക്കും കിട്ടുന്നത്? 20 എന്ന് കിട്ടത്തില്ലേ? സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അവരുടെ ഡിഫറൻസ് അല്ലേ വേണ്ടത്? ആ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും? ടി സി മൈനസ് അല്ലേ? സിയുടെ അല്ലേ വേണ്ടത്? ഓക്കെ, സിയുടെ അല്ലേ? അതല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. 20 മൈനസ് 10 എത്ര? 20 മൈനസ് 10 എത്ര ആയിരിക്കും? 10 ആയിരിക്കും ആൻസർ. സോ നമ്മൾ എന്ത് ചെയ്തു? വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് 2ന്റെ ആവശ്യം വന്നോ? സ്റ്റേറ്റ്മെന്റ് 1നെ ഒറ്റയ്ക്കിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് ആൻസർ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ എന്താ കണ്ടുപിടിച്ചത്? സ്റ്റേറ്റ്മെന്റ് 1 ഒറ്റയ്ക്ക് മതി നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 2 ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എലോൺ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് 2നെ കൂടെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ നോട്ടൊക്കെ എഴുതി പോണം. ഓക്കെ, നമ്മൾ ഇനി സ്റ്റേറ്റ്മെന്റ് 2നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നോക്കിക്കോ. എഫിഷ്യൻസി ഓഫ് എ ഈസ് ട്വൈസ് ദ എഫിഷ്യൻസി ഓഫ് സി എന്നല്ല തന്നിരിക്കുന്നത്. അതായത് എഫിഷ്യൻസി ഓഫ് എ എന്ന് പറഞ്ഞാൽ സിയെക്കാളും ട്വൈസ് ആയിരിക്കും. ആൻഡ് എഫിഷ്യൻസി ഓഫ് സി ഈസ് 1.5 ടൈംസ് ദ എഫിഷ്യൻസി ഓഫ് ബി തന്നിട്ടില്ലേ? അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ അല്ല തന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സ്റ്റേറ്റ്മെന്റ് 2 ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എഫിഷ്യൻസിയും വേണം, ടൈമും വേണം. ഈ സ്റ്റേറ്റ്മെന്റ് 2 മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ടൈമിനെ പറ്റി എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ലല്ലോ. അതില്ലാതെ നമ്മൾ എങ്ങനെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും? ആ ടോട്ടൽ വർക്ക് ഇല്ലാതെ നമ്മൾ എയുടെയും സിയുടെയും ഇൻഡിവിജ്വൽ ഡേയ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പറ്റത്തില്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? സ്റ്റേറ്റ്മെന്റ് 2 ഒറ്റയ്ക്ക് എടുത്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുമോ? ഇല്ല. പക്ഷെ ഞാൻ കാണിച്ചു തന്നില്ലേ? സ്റ്റേറ്റ്മെന്റ് 1 മാത്രം എടുത്തിട്ട് നമുക്ക് വേണ്ട ആൻസർ കിട്ടിയില്ലേ? അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ? നമുക്കിതിൽ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? നോക്കിയോ. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? The data in statement 1 alone is sufficient to answer the question, while the data in statement 2 alone is not sufficient to answer the question. So നമ്മുടെ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. വളരെ ഈസി അല്ലേ? ഇത്രയും വലിയൊരു എന്താ കാണുന്ന പോലെ അത്രയും ഡിഫിക്കൽട്ട് ആണോ? ഒരിക്കലും അല്ല. നമുക്ക് ആദ്യം അറിയേണ്ടത് ടൈം ആൻഡ് വർക്ക് അല്ലെങ്കിൽ അരിത്തമെറ്റിക്കിന്റെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. നോർമൽ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പോലെ ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സക്സസ്ഫുള്ളി ഡേറ്റ സഫിഷ്യൻസിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏത് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ഡേറ്റ സഫിഷ്യൻസിയാ? ബോട്ട്സ് ആൻഡ് സ്ട്രീമിൽ നിന്ന് വരുന്നതല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ബി ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് ഈക്വൽ ടു ദി അപ്സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട് എ. ബോട്ട് എ ആൻഡ് ബി ആർ റണ്ണിങ് ഇൻ ദ സെയിം റിവർ. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് എ ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബോട്ട് എയുടെ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ.
നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. അത് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? രണ്ട് സ്റ്റേറ്റ്മെന്റുകളിലും കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏതാ ഡേറ്റ? സ്പീഡ് ഓഫ് ദ ബോട്ട് ബി ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് ഈക്വൽ ടു ദി അപ്സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട് എ എന്നല്ല തന്നിരിക്കുന്നത്. നോക്കിക്കോ, സപ്പോസ് ബോട്ട് എയുടെ സ്പീഡ് എന്ന് പറഞ്ഞ എക്സ് എ ആയിട്ട് ഞാൻ അസ്യൂം ചെയ്തു, ബോട്ട് ബിയുടെ സ്പീഡിനെ ഞാൻ എക്സ് ബി ആയിട്ട് അസ്യൂം ചെയ്തു. അത് മാത്രമല്ല ഇവിടെ ആരെ പറ്റിയും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു റിവറിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ആ റിവർ ഒഴുകുന്ന ഒരു സ്പീഡില്ലേ, അതിനെ ഞാൻ വൈ ആയിട്ട് റെപ്രസെന്റ് ചെയ്തെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡേറ്റ ഇല്ലേ, സ്പീഡ് ഓഫ് ദ ബോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു ദി അപ്സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട് എ. ഈ അപ്സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് ദ ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലേ? അപ്പൊ ഇത് നമുക്ക് ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ? ഇത് നമുക്ക് അല്ലാതെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഒരു ഡേറ്റയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത അതേ ഒരു പാറ്റേൺ തന്നെ എടുക്കാം. ആദ്യം സ്റ്റേറ്റ്മെന്റ് 1നെ നമുക്ക് യൂസ് ചെയ്യാം. ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്തുമായിട്ട് കമ്പൈൻ ചെയ്യാം? നമ്മൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. തുടങ്ങാം. The downstream speed of the boat is 4 km/h more than the downstream speed of the boat B എന്നല്ല തന്നിരിക്കുന്നത്. അപ്പോൾ downstream speed of the boat എന്ന് പറഞ്ഞാൽ എന്താ? Speed of the boat plus എന്താ? Speed of the stream അല്ലേ? Downstream speed of the boat എന്ന് പറഞ്ഞാൽ which is അത് എന്തായിരിക്കും? 4 km/h more than downstream speed of the boat B അല്ലേ? എത്ര ആയിരിക്കും? Speed of the boat B plus speed of the stream അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റും? നിങ്ങൾ പറഞ്ഞേ, ദാ ഈ പ്ലസ് വൈയും കട്ട് ചെയ്ത് കളഞ്ഞൂടെ? കാര്യം എന്താ? ഇവനപ്പുറം പോകുമ്പോൾ അത് y മൈനസ് y 0 ആയി പോകത്തില്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്കൊരു കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഒരു വ്യത്യാസം ഇല്ലേ? ഇവിടെ എ അല്ലേ വരേണ്ടത്? ഓക്കെ, അവിടെ നമുക്ക് എ ആണ് വരേണ്ടത് അല്ലേ? ഓക്കെ, അത് എന്നെ ഓർമ്മിപ്പിച്ചത് കാര്യമായി. ഇവിടെ എത്ര ആയിരിക്കും വരേണ്ടത്? ഇവിടെ എ ആണ് വരുന്നത് അല്ലേ? സ്പീഡ് ഓഫ് ദ ബോട്ട് ബി സ്റ്റിൽ വാട്ടർ ഈസ് ഈക്വൽ ടു ദി അപ്സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട് എ അല്ലേ? ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? എക്സ് ബിക്ക്, അതായത് സ്പീഡ് ഓഫ് ദ ബോട്ടിന് നമുക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പോൾ എത്ര വരും? എക്സ് എ ഈസ് ഈക്വൽ ടു 4 പ്ലസ് എക്സ് ബിക്ക് എന്ത് കൊടുക്കാം? എക്സ് എ മൈനസ് വൈ എന്ന് കൊടുത്തൂടെ? അപ്പൊ ഇവിടെ നമുക്ക് എക്സ് എയും കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് സ്പീഡ് ഓഫ് ദ സ്ട്രീം എത്ര കിട്ടി? 4 km/h എന്ന് കിട്ടി. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ദാ ഇവിടെ വേറെ ഡേറ്റ വന്നിട്ടുണ്ടോ? നോക്ക്, ദ അപ്സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട് ഈസ് 16 km/h തന്നിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞേ, എന്താ അപ്സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട് എ? അപ്സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സ്പീഡ് ഓഫ് ദ ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലേ? അപ്സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട് നമുക്ക് 16 തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ദ ബോട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൈയുടെ വാല്യൂ 4 ഉണ്ട്. സോ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എത്ര ആയിരിക്കും? 16 + 4 എത്ര? 20 km/h എന്ന് വന്നു. കണ്ടോ? നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചത്? സ്റ്റേറ്റ്മെന്റ് 1 ഒറ്റയ്ക്ക് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമായിട്ട് എടുത്താലും നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ എന്താ? സ്പീഡ് ഓഫ് ദ ബോട്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അത് നമുക്ക് കിട്ടിയില്ലേ? സോ അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോകേണ്ടത് എങ്ങോട്ടായിരിക്കണം? സ്റ്റേറ്റ്മെന്റ് 2 എടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ 1 ചെക്ക് ചെയ്തിട്ട് ആൻസർ നേരെ പോരുത്, സ്റ്റേറ്റ്മെന്റ് 2 കൂടെ നമ്മൾ ജസ്റ്റ് നോക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൗൺ സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട് ഈസ് 4 km. സോറി, ഇവിടെ അല്ലേ സ്റ്റേറ്റ്മെന്റ് 2 ഇതല്ലേ? ബോട്ട് ബി ക്യാൻ കവർ 120 km ഡൗൺ സ്ട്രീം ഇൻ 6 hours. അപ്പൊ ബോട്ട് ബി എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ആണ്. അപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞേ, സ്പീഡ് ഓഫ് ദ ബോട്ട് ബി പ്ലസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലേ? അപ്പൊ നമുക്ക് അവിടെ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്ക് തന്നിട്ടുണ്ട് 120 km ഇൻ 6 hours എന്നല്ലേ? എത്ര ആയിരിക്കും? 120 ഡൗൺ സ്ട്രീമിന് പോയിരിക്കുന്ന ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അതിനെടുത്തിരിക്കുന്ന ടോട്ടൽ ടൈം എത്ര? 6 അല്ലേ? എത്ര കിട്ടി? 20 km/h എന്ന് കിട്ടിയില്ലേ? സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് ബിക്ക് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്രശ്നം തീരുവോ? ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്ത് വരും? എക്സ് എ മൈനസ് വൈ പ്ലസ് വൈയുടെ വാല്യൂ എത്ര? 20 എന്ന് വരത്തില്ലേ? മൈനസ് വൈയും പ്ലസ് വൈയും കട്ട് ചെയ്ത് പോകത്തില്ലേ? അപ്പൊ എക്സയുടെ വാല്യൂ എത്ര കിട്ടി? 20 എന്ന് കിട്ടി. കണ്ടോ? സ്റ്റേറ്റ്മെന്റ് ഒറ്റയ്ക്ക് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ബോട്ട് എ, അതായത് ബോട്ട് എയുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഏതായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ? ഏതായിരിക്കും? ദ ഡേറ്റ ഇൻ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ടുഗദർ നെസസറി ആൻസർ ദ ക്വസ്റ്റ്യൻ ആണോ? അല്ല, അതാണോ നമുക്ക് വേണ്ടത്? 1 ഉം 2 കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ഓപ്ഷൻ ആണെന്ന്. 1 അല്ല, ദ ഡേറ്റ എയ്തർ ഇൻ സ്റ്റേറ്റ്മെന്റ് 1 alone or സ്റ്റേറ്റ്മെന്റ് 2 alone ഈസ് സഫിഷ്യന്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഈ ഒരു ഓപ്ഷൻ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും. അതായത് രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താലും നമുക്ക് എന്ത് ആൻസർ കിട്ടും? നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? മനസ്സിലായല്ലോ എല്ലാവർക്കും? നോട്ടൊക്കെ എഴുതിയെടുക്കണേ പ്രോപ്പറായിട്ട്. നിങ്ങൾ സ്വന്തമായിട്ട് പിന്നെ അത് ചെയ്ത് നോക്കണം. എന്നിട്ട് ഈ ഡേറ്റ സഫിഷ്യൻസിയുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ടോപ്പിക് ടെസ്റ്റിൽ കാണും, ചെയ്ത് നോക്കണം. അതിനുശേഷം
ഒരുപാട് PDF സോഴ്സിൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പം ടെലിഗ്രാം എടുത്താലും അതുപോലെ നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്താലൊക്കെ ഒരുപാട് PDFs കിട്ടും. അപ്പോൾ ഡേറ്റ സഫിഷ്യൻസി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എന്നോ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് PDFs കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് സിലിണ്ടർ? നമുക്ക് സിലിണ്ടറിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് നോക്കാം. എന്താ സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എത്ര തന്നിരിക്കുന്നത്? 624 തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ? വോളിയം ഓഫ് ദ കോൺ ഹാവിംഗ് റേഡിയസ് ആൻഡ് ഹൈറ്റ് സെയിം ആസ് ദി റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഗിവൺ സിലിണ്ടർ ഈസ് 300 സെന്റിമീറ്റർ ക്യൂബ്. അതായത് വോളിയം ഓഫ് ദ കോൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 300 സെന്റിമീറ്റർ ക്യൂബ്. ആ കോണിന്റെ പ്രത്യേകത എന്താ? എന്താണോ സിലിണ്ടറിന്റെ റേഡിയസും ഹൈറ്റും അതേ റേഡിയസും ഹൈറ്റും ആയിരിക്കും ആ കോണിൻ്റെത്. സ്റ്റേറ്റ്മെന്റ് 3 എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ടു റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എത്ര വന്നിരിക്കുന്നത്? 3:1 അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ചെയ്തു തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 1 ഇങ്ങോട്ട് എടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടറിന്റെ ഇക്വേഷൻ എന്താ? 2πr × r+h അല്ലേ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ. അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 624 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് റേഡിയസിനെ പറ്റി എന്തെങ്കിലും ഒരു ഡേറ്റ തന്നിട്ടുണ്ടോ? ഹൈറ്റിനെ പറ്റി എന്തെങ്കിലും ഡേറ്റ തന്നിട്ടുണ്ടോ? ആകെ സ്റ്റേറ്റ്മെന്റ് 1 തന്നിരിക്കുന്ന എന്താ? നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ സർഫസ് ഏരിയ മാത്രമേ തന്നിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് റേഡിയസും ഹൈറ്റും കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ആ റേഡിയസും ഹൈറ്റും ഇല്ലാതെ നമുക്ക് സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്റ്റേറ്റ്മെന്റ് 1 മാത്രമായിട്ട് നമുക്കൊരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? വോളിയം ഓഫ് ദ കോൺ ഹാവിംഗ് റേഡിയസ് ആൻഡ് ഹൈറ്റ് സെയിം ആസ് ദി റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഗിവൺ സിലിണ്ടർ അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, വോളിയം ഓഫ് ദ കോണിന്റെ ഇക്വേഷൻ എന്താ? 1/3 πr² അല്ലേ? അതിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 300 സെന്റിമീറ്റർ ക്യൂബ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ എത്ര? 624 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതേ ഇഷ്യൂ അല്ല നമ്മൾ ഫേസ് ചെയ്യുന്നത്. നമുക്ക് റേഡിയസിനെ പറ്റിയോ ഹൈറ്റിനെ പറ്റിയോ എന്തെങ്കിലും ഒരു ഡേറ്റ വാല്യൂ തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു റേഷ്യോ തന്നിട്ടുണ്ടോ? ഒന്നും സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോണിന്റെ വോളിയം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് റേഡിയസും ഹൈറ്റും സിലിണ്ടറിന്റെ സെയിം ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അതിന് എന്ത് കണ്ടുപിടിക്കണം? സിലിണ്ടറിന്റെ റേഡിയസും ഹൈറ്റും കണ്ടുപിടിക്കണ്ടേ? അത് കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റൂ. സിലിണ്ടറിന്റെ റേഡിയസും ഹൈറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് വോളിയം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റത്തില്ല? സ്റ്റേറ്റ്മെന്റ് 2 ഒറ്റയ്ക്ക് എടുത്താൽ പറ്റുമോ? അങ്ങനെ എടുത്താലും നമുക്ക് അതിന്റെ ആൻസർ കിട്ടത്തില്ല. ഇനിയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 3 എടുക്കാം. സ്റ്റേറ്റ്മെന്റ് 3 എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 3 പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് ദി ഹൈറ്റിന്റെയും റേഡിയസിന്റെ റേഷ്യോ ഓഫ് ദി സിലിണ്ടർ എത്ര തന്നിരിക്കുന്നത്? 3 മംഗ്ലീഷ് അല്ലേ? 3:1 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 3 നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്താ? നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു ഹൈറ്റിന്റെയും റേഡിയസിന്റെയും എന്തെങ്കിലും ഒരു ഡേറ്റ. അത് സ്റ്റേറ്റ്മെന്റ് 3 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും മനസ്സിലായി, സ്റ്റേറ്റ്മെന്റ് 3 ഒറ്റയ്ക്ക് എടുത്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. ആരൊക്കെ? സ്റ്റേറ്റ്മെന്റ് 1നെയും 3യെയും കൂടെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. അപ്പൊ കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുമോ നോക്കാം. നോക്കിക്കോ. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറഞ്ഞിരിക്കുന്നത്? 2πr × r+h അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 2π × റേഡിയസിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ദാ ഈ ഒരു 1x എന്നും 3x എന്നും കൊടുത്ത ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് റേഡിയസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? x എന്ന് കൊടുത്തൂടെ? ഇൻറ്റു r-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? വീണ്ടും x കൊടുക്കാം. ഹൈറ്റിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 3x എന്ന് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 624 നമുക്ക് കിട്ടത്തില്ലേ? അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടും? 2 × 22/7 × x ഇൻറ്റു എത്ര വരും? x + 3x വാല്യൂ എത്ര? 4x എന്ന് വരത്തില്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 626 എന്ന് വരത്തില്ലേ? സോ അങ്ങനെ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടത്തില്ലേ? ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഹൈറ്റിന്റെയും റേഡിയസിന്റെയും ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ ലെങ്ത് കണ്ടുപിടിച്ചൂടെ? ആ ആക്ച്വൽ റേഡിയസും ഹൈറ്റും നമുക്ക് കിട്ടിയാൽ സിലിണ്ടറിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്താ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ? എന്താ വോളിയം? എന്താ സിലിണ്ടറിന്റെ വോളിയം? πr² അല്ലേ? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. അതിനർത്ഥം എന്താ? ഇത്രയും നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ചെയ്ത് അതിന്റെ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമുക്ക് ഏതൊക്കെയായിരിക്കും എടുക്കേണ്ടത്? സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 3യും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോളിയം ഓഫ് ദ സിലിണ്ടർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 3യും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് ഇതുപോലെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം എന്താ? വോളിയം ഓഫ് ദ കോണിന്റെ ഇക്വേഷനും വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അവിടെ റേഡിയസിന്റെ ഹൈറ്റിന്റെയും ഈ റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ
അവിടെ റേഡിയസിന്റെയും ഹൈറ്റിന്റെയും ആക്ച്വൽ വാല്യൂ കിട്ടത്തില്ലേ? കാര്യം എന്താ, ഇതുപോലെ അവിടെ ഒരു വേരിയബിൾ നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ആ വേരിയബിൾ ഇതാ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ റേഡിയസും ഹൈറ്റും കിട്ടും. കാര്യം എന്താ, കോണിന്റെ ഹൈറ്റും റേഡിയസും ഈക്വൽ ആണെന്ന് നമ്മളോട് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ വോളിയത്തില്. അപ്പൊ അവിടെയും വോളിയം കിട്ടും. അപ്പൊ ഏതൊക്കെ പോസിബിൾ ആ? സ്റ്റേറ്റ്മെന്റ് 1 and 3 പോസിബിൾ ആ, അതുപോലെ സ്റ്റേറ്റ്മെന്റ് 2 and 3 പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം, ഇതിൽ ഏതാ തന്നിരിക്കുന്നതെന്ന്. ഏതാ തന്നിരിക്കുന്നത്? ബോത്ത് 1 and 2 ആർ റിക്വയർഡ്. പറ്റുമോ? 1 ഉം 2 കൂടെ നമുക്ക് കമ്പൈൻ ചെയ്താൽ കിട്ടുമോ? കിട്ടത്തില്ല. ബോത്ത് 1 and 3 ആർ റിക്വയർഡ്, അതല്ലേ നമ്മൾ ഫസ്റ്റിലെ കണ്ടുപിടിച്ചത്. അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. ഓൺലി 2 or 1 and 3 ആർ റിക്വയർഡ്. 2 കൊണ്ട് മാത്രം, സ്റ്റേറ്റ്മെന്റ് 2 എടുത്ത് മാത്രം നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതല്ലേ നമ്മൾ ഈ കാണിച്ചു തന്നത്. പറ്റത്തില്ലെന്ന് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ. കാര്യം എന്താ, റേഡിയസിനെയും ഹൈറ്റിനെയും പറ്റി ഒരു ഡേറ്റയോ അല്ലെങ്കിൽ ഒരു വാല്യൂ പോലും നമുക്ക് എന്ത് തന്നിട്ടില്ല, സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ടില്ല. അപ്പം സി എടുക്കാൻ പറ്റുമോ? ഇല്ല. ഡിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എനി ഓഫ് ദ 2 ക്യാൻ ആൻസർ. എനി ഓഫ് ദ 2 പോസിബിൾ ആണോ? അല്ല. കാര്യം എന്താ, 1 ഉം 2 കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. ആകെ പോസിബിൾ ആവുന്നത് 1 ഉം 3 ഉം അതുപോലെ 2 ഉം 3 കൂടെ കമ്പൈൻ ചെയ്താലല്ലേ. അപ്പൊ എനി ഓഫ് ദ 2 പോസിബിൾ ആണോ? അതും പോസിബിൾ അല്ല. ഓൾ 3 ആർ റിക്വയർഡ്, ഒരിക്കലും അല്ല. കാര്യം എന്താ, നമുക്ക് 1 ഉം 3 ഉം മാത്രം മതി, അല്ലെങ്കിൽ 2 ഉം 3 ഉം മാത്രം മതി. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി 1 and 3 റിക്വയർഡ് ആണ് നമ്മുടെ ആൻസർ. അപ്പം നമ്മൾ എന്തെങ്കിലും ഇവിടെ ആക്ച്വൽ വോളിയം കണ്ടുപിടിച്ചോ? നമ്മൾ എന്തെങ്കിലും വോളിയം കണ്ടുപിടിച്ചോ? വോളിയം കണ്ടുപിടിച്ചില്ല. വോളിയത്തിന്റെ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിച്ചില്ല. അപ്പൊ അതൊരു എബിലിറ്റിയാണ്. ആക്ച്വലി ഈ റേഷ്യോ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് വോളിയം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? കോസ്റ്റ് പ്രൈസ് എന്ന് കണ്ടില്ലേ? അപ്പോൾ ഏതായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഏതാ? അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ചെയ്യുന്നത്? മൂന്നാമത്തെ ആണോ? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത് എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? നാലാമത്തതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് വരുന്ന ഒരു ഡേറ്റാ സഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാം, നോക്കിക്കോ. അപ്പോൾ ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എയുടെ കോസ്റ്റ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്ത് തുടങ്ങാം, നോക്കിക്കോ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് 1 ഇങ്ങ് പൊക്കാം. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? വെൻ ഐറ്റം എ ഈസ് സോൾഡ് അറ്റ് RS 240, ദെൻ പ്രോഫിറ്റ് ഈസ് 25%. അപ്പോൾ നമുക്കൊരു കാര്യം തന്നിട്ടില്ലേ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 25% തന്നിട്ടുണ്ട്. സോൾഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടില്ലേ? എത്ര ആയിരിക്കും? 240 തന്നിട്ടില്ലേ? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര? CPയുടെ പ്രോഫിറ്റ് ആകുമ്പോൾ 125% എടുത്താൽ പോരെ, 240 കിട്ടത്തില്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? കോസ്റ്റ് പ്രൈസിനെ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമുക്ക് മനസ്സിലായി, സ്റ്റേറ്റ്മെന്റ് 1 ഒറ്റയ്ക്ക് എടുത്താലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ ഒരു കോസ്റ്റ് പ്രൈസ് ഓഫ് എ കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം മനസ്സിലായില്ലേ? വളരെ എളുപ്പമല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് 2 പൊക്കാം. ഇവിടെ എന്തെങ്കിലും കോസ്റ്റ് പ്രൈസ്, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആരും ഇതിന്റെ ആക്ച്വൽ വാല്യൂ ഒന്നും കണ്ടുപിടിക്കണ്ട. അതൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. ആ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നല്ലേ ചോദിച്ചത്. പറ്റും, നമ്മൾ കണ്ടുപിടിച്ചില്ല, അത്രയേ ഉള്ളൂ കാര്യം. അടുത്തത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എടുക്കാം. വെൻ മാർക്ഡ് പ്രൈസ് ഓഫ് ഐറ്റം ഈസ്, ഓക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് സ്പേസ് എടുക്കാം. ഓക്കെ, വെൻ മാർക്ഡ് പ്രൈസ് ഓഫ് ഐറ്റം ഈസ് 40% എബോവ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് കോസ്റ്റ് പ്രൈസ് സപ്പോസ് ഞാൻ 100 ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ മാർക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 40% എബോവ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ എത്രയായി മാറും? 140% ആയി മാറത്തില്ലേ മാർക്ഡ് പ്രൈസ്? പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദെൻ ഡിസ്കൗണ്ട് ഈസ് 35.8 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് 35.8 രൂപ അല്ലെ? മറ്റേ പരസ്യത്തിനകത്ത് മറ്റേ കൊച്ചു പറയുന്ന പോലെ. അപ്പൊ എത്ര ആയിരിക്കും ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ്? എത്ര ആയിരിക്കും? നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർക്ഡ് പ്രൈസിൽ നിന്നും. മാർക്ഡ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? മാർക്ഡ് പ്രൈസിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് മൈനസ് ചെയ്താൽ പോരെ. എത്ര വരും? 35.8 മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് ഇവിടെ ആരെ കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. അതുവഴി അയാൾക്ക് എത്ര രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്? 41 രൂപയല്ലേ പ്രോഫിറ്റ് കിട്ടുന്നത്. പ്രോഫിറ്റ് എവിടുന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് പ്രൈസിൽ നിന്നും പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. എത്ര ആയിരിക്കും? 41 രൂപയല്ലേ ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കോസ്റ്റ് പ്രൈസിന്റെ കൂടെ 41 രൂപ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടത്തില്ലേ? മാർക്ഡ് പ്രൈസിൽ നിന്ന് നമ്മൾ 35.8 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടെയും സെല്ലിംഗ് പ്രൈസ് കിട്ടത്തില്ലേ? അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടിടത്ത് ഈക്വൽ അല്ലേ? രണ്ട് സൈഡിൽ നമ്മൾ ഒരാളെ പറ്റിയല്ലേ പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ പോലെ എന്ത് വരും? CP + 41 = MB - 35.8 എന്നല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്ര? 100% അല്ലേ? നമുക്ക് വേണമെങ്കിൽ 100 എന്ന് എടുക്കാം,
അല്ലെങ്കിൽ 100% എടുക്കാം. 100% പ്ലസ് 41ന്റെ വാല്യൂ എത്ര വരും? മാർക്ക്ഡ് പ്രൈസ് എത്ര? 140% അല്ലേ? -35.8 എന്ന് വരത്തില്ലേ? അപ്പൊ അതിൽ നിന്ന് ഇവനെ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് കൊണ്ടുവരാം. എത്ര വരും? 40%ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? 35.8 പ്ലസ് 41 അല്ലേ ചെയ്യേണ്ടത്? എത്ര വരും? 76 എന്ന് വരും. അപ്പൊ 100%ന്റെ വാല്യൂ, സോറി, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 1%ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഇതിൽ നിന്ന് 1%ന്റെ വാല്യൂ എത്ര ആയിരിക്കും? 76.8 ഡിവൈഡഡ് ബൈ 40 ചെയ്താൽ പോരെ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് പ്രൈസ് ഓഫ് എ അല്ലേ? ഈ കോസ്റ്റ് പ്രൈസ് ഓഫ് എ നമ്മൾ ഇവിടെ എത്രയായിട്ട് അസ്യൂം ചെയ്തത്? 100%. അപ്പൊ 100%ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 76.8 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100 ചെയ്താൽ പോരെ? കോസ്റ്റ് പ്രൈസ് കിട്ടത്തില്ലേ? അത് ചെയ്ത് അതിന്റെ ആൻസർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 2 ഒറ്റയ്ക്ക് എടുത്താൽ അതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റും. ദാ കണ്ടുപിടിച്ചില്ലേ? നമ്മൾ കാണിച്ചു തന്നില്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 ഒറ്റയ്ക്ക് എടുത്താലും അതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഏത് ഓപ്ഷനാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? ഏതായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ ആണോ? അല്ല. സെക്കൻഡ് എന്താ പറയുന്നത്? ഡേറ്റ ഇൻ സ്റ്റേറ്റ്മെന്റ് 2 അലോൺ ഈസ് സഫിഷ്യന്റ് അല്ല. സി എന്താ? ഡേറ്റ എയ്തർ ഇൻ സ്റ്റേറ്റ്മെന്റ് 1 അലോൺ ഓർ ഇൻ 2 അലോൺ ഈസ് സഫിഷ്യന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ്മെന്റ് 1നെ ഒറ്റയ്ക്ക് എടുത്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോസ്റ്റ് പ്രൈസ് ഓഫ് എ കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് 2നെ മാത്രമായിട്ട് നമ്മൾ എടുത്ത് ചെയ്താലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോസ്റ്റ് പ്രൈസ് ഓഫ് എ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ അരിത്തമെറ്റിക് ടോപ്പിക്, കോസ്റ്റ്, നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പാടുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് ഒക്കെ എഴുതി തന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ട് വെച്ചിട്ട് നമുക്ക് നിർത്താൻ പറ്റും. കാര്യം എന്താ? ഇവിടുന്ന് കണ്ടുപിടിച്ചൂടെ? പിന്നെ ബാക്കി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് എബിലിറ്റി. അപ്പൊ മോക്ക് എഴുതണം, പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് തന്നെ നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് ടോപ്പിക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇനി എത്ര ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്? ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ ദാ വരുന്നു നിങ്ങളുടെ മുൻപിൽ. എല്ലാവരും റെഡി ആയിക്കോ. നോക്കി, ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാ? ഏജിൽ നിന്നല്ല വന്നിരിക്കുന്നത്. റേഷ്യോ ഓഫ് അരുൺസ് ഏജ് ആഫ്റ്റർ 5 years ആൻഡ് ബാനുസ് ഏജ് ആഫ്റ്റർ 10 years is 3.5. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഏജ് ഓഫ് അരുൺ ബിഫോർ 5 years അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച് തുടങ്ങാം. ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ തുടങ്ങാം. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് 1ൽ എന്താ പറയുന്നത് മക്കളെ? നിങ്ങൾ പറഞ്ഞേ. ദ റേഷ്യോ ഓഫ് ദി അരുൺസ് ഏജ് ആഫ്റ്റർ 5 years. അതായത് സപ്പോസ് അരുണിന്റെ പ്രസന്റ് ഏജിന് ഞാൻ എ ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പം ആഫ്റ്റർ 5 years ആകുമ്പോൾ അരുണിന്റെ ഏജ് എന്തായി മാറും? A+5 അല്ലേ? എനിക്കിപ്പം എത്ര വയസ്സുണ്ടോ 5 വർഷത്തിന് ശേഷം വരുമ്പോൾ ഇപ്പോൾ ഉള്ള വയസ്സിന്റെ കൂടെ ആ വയസ്സ് കൂടെ ആഡ് ചെയ്താൽ പോരെ? അതേ കൺസെപ്റ്റ്. അപ്പൊ റേഷ്യോ അല്ലേ വേണ്ടത്? ഡിവൈഡഡ് ബൈ, ഇനി ബാനുസ് ഏജ് ആഫ്റ്റർ 10 years അല്ലേ? അപ്പൊ ബാനുവിന്റെ പെർസെന്റേജിന് ഞാൻ ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ 10 വർഷത്തിന് ശേഷം അല്ലേ? അപ്പൊ +10 എടുക്കുമ്പോൾ എന്ത് റേഷ്യോ വന്നിരിക്കുന്നത്? 3/5 അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇവന്മാരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 5a പ്ലസ് 25ന്റെ വാല്യൂ എത്ര വരുന്നു? 3b പ്ലസ് 30 എന്ന് വരത്തില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, വേരിയബിൾസിനെ എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റാം. അപ്പൊ എത്ര വരും? 3b മൈനസ് 5a വിച്ച് ഈസ് ഈക്വൽ എത്ര വരണം? ഓക്കെ, തിരിച്ചെഴുതാമല്ലോ. അപ്പൊ ഇവിടെ എനിക്കൊന്ന് നെഗറ്റീവ് വരും അല്ലേ? ഇങ്ങനെ എടുത്താൽ മൈനസ് വരത്തില്ലേ? അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരത്തില്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അല്ലെ ഇങ്ങനെ എടുക്കാമല്ലേ? ഓക്കെ, 5a മൈനസ് 3bയുടെ വാല്യൂ എത്ര വരും? ഈ 25 അവിടെ വരുമ്പോൾ എത്ര വരും? 5 എന്ന് കിട്ടത്തില്ലേ? സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ ഒരു ലീനിയർ ഇക്വേഷൻ ആക്കി മാറ്റാം. ഓക്കെ ആണല്ലോ? ഇനി വേറെ എന്തെങ്കിലും ഡേറ്റ വന്നിട്ടുണ്ടോ? നമുക്കിവിടെ 2 വേരിയബിൾസ് ഉണ്ട്, ഒരു ലീനിയർ ഇക്വേഷനേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് എയുടെയും ബിയുടെയും, അതായത് ഈ പറയുന്ന അരുണിന്റെയും ബാനുവിന്റെയും പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. സ്റ്റേറ്റ്മെന്റ് 1 ഒറ്റയ്ക്ക് എടുത്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല? ആ ഒരു ബാനുവിന്റെ ഏജ് ബിഫോർ 5 years കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? ബാനുവിന്റെ പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ മാത്രമല്ല ബാനുവിന്റെ 5 വർഷം മുന്നേ ഉള്ള ഏജ് കണ്ടുപിടിക്കാൻ പറ്റൂ. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 ഒറ്റയ്ക്ക് എടുത്താൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2നെയും കൂടെ നമുക്ക് എടുക്കാം. സ്റ്റേറ്റ്മെന്റ് 2ൽ എന്താ പറഞ്ഞത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസന്റ് ഏജ് ഓഫ് ബാനു ആൻഡ് അരുൺ ഈസ് 5 years വേർ ബാനു ഈസ് എൽഡർ ദാൻ അരുൺ. അതായത് ബാനു മൂത്തതാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, എൽഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബാനുവിന്റെയും അരുണിന്റെയും ഡിഫറൻസ് ഏജ് എത്ര തന്നിരിക്കുന്നത്? 5 തന്നിട്ടില്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ബാനുവിന്റെയും അരുണിന്റെയും ഡിഫറൻസ് കൊണ്ട് നമുക്ക് ഇവരുടെ ഇൻഡിവിജ്വൽ ഏജ് കണ്ടുപിടിക്കാൻ പറ്റുമോ? സ്റ്റേറ്റ്മെന്റ് 2 മാത്രമായിട്ട് എടുത്താലും പറ്റത്തില്ലല്ലോ. പക്ഷേ പറ്റും. എങ്ങനെയാ? ഈ സ്റ്റേറ്റ്മെന്റ് 1നെയും സ്റ്റേറ്റ്മെന്റ് 2നെയും കൂടെ കമ്പൈൻ ചെയ്തൂടെ? കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2നെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഫസ്റ്റ് ഇക്വേഷൻ എന്താ കിട്ടിയത്? 5a മൈനസ് 3bയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടിയില്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ എന്താ പറയുന്നത്? 5 മൈനസ്
ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ എന്താ പറയുന്നത്? ബി മൈനസ് എയുടെ വാല്യൂ ഇത്ര കിട്ടിയിരിക്കുന്നത് 5 എന്ന് കിട്ടിയില്ലേ? രണ്ടിടത്ത് 5 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, രണ്ടിടത്ത് 5 അല്ലേ വരുന്നത്? അങ്ങനെ വരുമോ? ഓക്കെ, ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? 25ഉം 15ഉം 30ഉം ഇവിടെ 15 അല്ലേ വരണ്ട? അല്ല 5 തന്നെ അല്ലേ വരുന്നത്? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 2 ലീനിയർ ഇക്വേഷൻ കിട്ടിയില്ലേ? അപ്പൊ ഈ 2 ലീനിയർ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് അരുണിന്റെയും ഭാനുവിന്റെ ഏജ് കിട്ടത്തില്ല. നമുക്ക് നോക്കാം, കിട്ടുമോ നോക്കാം. നോക്കിക്കോ, നമുക്കൊരു കാര്യം ചെയ്യും. ഇവിടെ 35 എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇവിടെ എത്ര വരുന്നത്? നമ്മൾ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തില്ലേ? 5a - 3b അല്ലേ വേണ്ട? ഓക്കെ 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 ഓക്കെ, ഇവിടെ എത്ര വരേണ്ടത്? 5a - 3b ആണ് വരേണ്ടത് അല്ലേ? ഇവനെയല്ലേ എടുക്കേണ്ടത്? 5a - 3bയുടെ വാല്യൂ 5ഉം 5 - bയുടെ വാല്യൂ 5 അല്ലേ വരേണ്ടത്? 25ഉം 30ഉം കറക്റ്റ് ആണല്ലോ. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? വേരിയബിൾസിനെ സെയിം ആക്കിയാൽ പോരെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു വേരിയബിളിനെ സെയിം ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ വേരിയബിൾ കട്ടായി പോകത്തില്ല, ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യത്തില്ലേ? സോ 2 ലീനിയർ ഇക്വേഷൻ ഉണ്ട്, 2 വേരിയബിൾ ഉണ്ട്. സുഖമായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിച്ചൂടെ? ആ കിട്ടുന്ന എയുടെയും ബിയുടെയും വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആക്ച്വലി? നിങ്ങൾ പറഞ്ഞ എന്തായിരിക്കും ആക്ച്വലി? അതെന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും പെർസെന്റേജ് ആണ്. അപ്പൊ നമുക്ക് ബിയുടെ അല്ലെങ്കിൽ ബാനുവിന്റെ പെർസെന്റേജ് കണ്ടുപിടിച്ചൂടെ? ബാനുവിന്റെ പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സോറി, അരുണിന്റെ പെർസെന്റേജ് കിട്ടത്തില്ലേ? ഈ അരുണിന്റെ പെർസെന്റേജ് കിട്ടിയാൽ നമുക്ക് 5 ഇയേഴ്സിന് മുന്നേ അരുണിന്റെ ഏജ് എത്രയെന്ന് കിട്ടത്തില്ലേ? സോ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് 1നെയും 2നെയും കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന അരുണിന്റെ 5 വർഷം മുന്നേ ഉള്ള ഏജ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഏതായിരിക്കും മാർക്ക് ചെയ്യേണ്ടത്? ഏത് ഓപ്ഷൻ ആയിരിക്കും? നമ്മൾ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തല്ലേ? ഡേറ്റ ഗിവൺ ഇൻ ദ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ടുഗദർ ആർ നോട്ട് ആണോ? അല്ല, ഡേറ്റ ഗിവൺ ഇൻ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ടുഗദർ ആർ നെസസറി ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഏതായിരിക്കും? ഇ ആയിരിക്കും. നമ്മൾ ഇവിടെ ഇത് സോൾവ് ചെയ്ത് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഡേറ്റ സഫിഷ്യൻസിയിൽ. ഇത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. 2 ലീനിയർ ഇക്വേഷൻ, 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയത്തില്ലേ? ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ അരുണിന്റെയും ഭാനുവിന്റെയും വാല്യൂ കിട്ടത്തില്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താ? പെർസെന്റേജ് ആണ്. അപ്പൊ അരുണിന്റെ പെർസെന്റേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ? 5 വർഷം മുന്നേ ഉള്ള അരുണിന്റെ ഏജ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. അപ്പൊ ഇതാണ് ഡേറ്റ സഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു സിമ്പിൾ ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ അരിത്തമെറ്റിക് ടോപ്പിക് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് വാല്യൂ പോലും വേണ്ട, അത്രയും സ്കോറിംഗ് ഏരിയ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്കോർ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് RRB POക്ക് നല്ലൊരു സ്കോർ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ക്വാണ്ടിറ്റി 1, ക്വാണ്ടിറ്റി 2 കമ്പാരിസൺ ആ ഒരു പോർഷനിൽ നിന്നായിരിക്കും. അപ്പൊ അതിന് മുൻപേ നിങ്ങൾ ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. നോട്ട്സ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? നമുക്കിനി 32 ദിവസമേ ഉള്ളൂ. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാ ദിവസവും നിങ്ങൾ റിമൈൻഡ് ചെയ്യണം, ഇത്രയും ദിവസമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നല്ലപോലെ പഠിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ.